നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമ്മുടെ പാരൻസിൻ്റെ വേറൊരു കൺസേൺ ആണ് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ വയറിളക്കം സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൂടുതലും ഇത് ഈ ഒരു കൺസേൺ പാരൻസ് പറയുന്നത്, രക്ഷകർത്താക്കൾ പറയുന്നത് 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണ്. അപ്പോൾ നമുക്കറിയാം 6 months വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ്. അതിനുശേഷം നമുക്ക് സ്ലോലി ഈ ഒരു സെമി സോളിഡിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7-8 months ഒക്കെ ആവുന്ന സമയത്താണ് കൂടുതലും എന്താ പറയുക, നമ്മൾ പഴം കൊടുത്തു തുടങ്ങും, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങും. പക്ഷേ ചില കുഞ്ഞുങ്ങൾ അത് കഴിച്ചാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ നിന്ന് പോവുകയും അത് ചിലപ്പോൾ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ പോകുന്നു എന്നുള്ള കൺസേൺ പാരൻസ് പറയുന്നുണ്ട്. നമ്മൾ പേടിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്ന് കുഞ്ഞുങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഫുഡിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അക്സെപ്റ്റബിൾ ഭയങ്കര കുറവാണ് എന്നുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അതേ രൂപത്തിൽ തിരിച്ച് കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പേടിക്കേണ്ടതായിട്ട് ഉള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനത്തെ സാധനം, കാരണം അതൊക്കെ കുറച്ച് ഡൈജഷൻ കുറച്ച് കൂടുതലായിട്ട് വേണ്ട കാര്യങ്ങളും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ വളരെ കൺസേൺ ആവേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു പുതിയ ഫുഡ് മാത്രമായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും. അതായത് ഇപ്പോൾ ഒരു ഡേയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ പ്യൂരി അതുപോലെ തന്നെ റാഗിയും കൂടി ഒരു ഡേയിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. റാഗി ഒരു ഡേ കൊടുക്കുക, നെക്സ്റ്റ് ഡേ ആപ്പിൾ പ്യൂരി ട്രൈ ചെയ്യുക. ഒരു ഡേ ബ്രേക്ക് എപ്പോഴായിരുന്നാലും നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ദഹനശേഷി എത്രയുണ്ട്, അത് ഡൈജസ്റ്റബിൾ ആവുമോ എന്നുള്ളത് നമുക്കൊരു ഐഡിയയുമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈം പീരീഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ, കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം മാത്രമേ, സെമി ആയിട്ട് വേവിച്ചൊന്നും കൊടുക്കാതിരിക്കുക, നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. പിന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഫുഡ് പാർട്ടിക്കിൾ ഇതേപോലെ വയറ്റിൽ നിന്ന് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അതായത് ഇൻഡസ്ട്രീൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു ലെവലിൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമായിട്ടൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് വയറുവേദന, നല്ല രീതിയിലുള്ള പനി, അതുപോലെ തന്നെ എന്താ പറയുക, റാഷസ്, അതായത് ചില ഫുഡുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ റാഷസ് വരാറുണ്ട്. പ്രത്യേകിച്ച് മിൽക്ക് പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ പീനട്ട്സ്, ഗ്രൗണ്ട് നട്ട്, വാൾനട്ട് അങ്ങനത്തെ നട്ട്സുകൾ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക്, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെയല്ല, ചില കുഞ്ഞുങ്ങൾക്ക് റാഷസ് എന്ന രീതിയിൽ ദേഹത്ത് കണ്ടുവരാം. ഇങ്ങനത്തെ സിംറ്റംസ്, റാഷസ്, ഇതുപോലെ തന്നെ ഫീവർ, അധികമായിട്ടുള്ള കരച്ചിൽ, പാല് കുടിക്കുന്നത് കുറവാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അലർജിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് പേടിക്കേണ്ടത്, നമ്മളൊരു കൺസേൺ ആയിട്ട് എടുക്കേണ്ടതും. അല്ല എന്നുണ്ടെങ്കിൽ, നോർമലി ആണ് സ്റ്റൂളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കൺസേൺ ആക്കേണ്ട കാര്യമില്ല. 1-2 ദിവസം സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ എഗെയിൻ നമ്മളത് നമ്മൾ ഫുഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ഓർക്കാനിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതും എന്താ പറയുക, അമ്മമാർ പിന്നീട് ആ ഫുഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വരില്ല, കാരണം ഒമിറ്റിംഗ് ടെൻഡൻസി കാണിച്ചു. സോ പേടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത്. അപ്പോൾ കുഞ്ഞൊരിക്കൽ ഒമിറ്റിംഗ് ടെൻഡൻസി കാണിച്ചെങ്കിൽ പിന്നീട് ഒരു 2-3 days അല്ലെങ്കിൽ 1 week കഴിഞ്ഞിട്ട് എഗെയിൻ നമുക്ക് ആ ഫുഡ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. ഒരു ഡേയിൽ ഒരു ഫുഡ് മാത്രം, പുതിയ ഫുഡ് മാത്രം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 1 year മുന്നേ നമ്മൾ പാല്, അതുപോലെ തന്നെ ചിക്കൻ, ഫിഷ്, മീറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക. 1 വയസ്സായതിനു ശേഷം മാത്രം ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുക. കാരണം ഡൈജഷൻ്റെ ടൈം കുറച്ചും കൂടെ സമയം, ഇപ്പോൾ ടേം ആയിക്കോട്ടെ പ്രീ ടേം ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ടേം ബേബീസിനെ പോലെയല്ല അവരുടെ ഡൈജഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം പ്രീ ടേംസിന് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് EDD വെച്ചിട്ടാണ്, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി വെച്ചിട്ടാണ് നമ്മൾ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടേം ബേബീസിന് 6 months ആകുമ്പോൾ ചിലപ്പോൾ പ്രീ ടേമിന് 6 months ആയിരിക്കത്തില്ല, 5 months ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ്, ആ ഒരു റേഞ്ച് നമ്മൾ പ്രീ ടേംസിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചാടിക്കേറി 6 months ആവുന്നതിന് മുന്നേ തന്നെ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
കുഞ്ഞിന് നല്ല രീതിയിലുള്ള ഡൈജഷൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല സ്റ്റൂളിലൊക്കെ ബ്ലഡ് പാർട്ടിക്കിൾസ് കാണാനും ഇതുപോലെ തന്നെ ഡയേറിയ വൊമിറ്റിംഗ് ഒക്കെ കണ്ടുവരാനും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലോസ് നല്ല രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.